നമസ്കാരം. ഭീകരവാദത്തിന് മതമില്ല, മതങ്ങൾക്ക് ഭീകരവാദവും. പൊതുവെ പുരോഗമനവാദികളായ മലയാളികൾ ഭീകരവാദ പ്രത്യയശാസ്ത്രങ്ങളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ കേരളത്തിലും ചില ഭീകരവൃക്ഷങ്ങൾ കറയൊലിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. ആ കറ കേരളത്തിലേക്ക് ഇറങ്ങും മുമ്പ് നാം എന്തു ചെയ്യണം? വടക്കൻ കേരളത്തിൽ നിന്നും അറസ്റ്റിലായ IS ഭീകരർ ജഡ്ജിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും വരെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് കേരള പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട്. അൻസാറുൽ ഖിലാഫി എന്ന പേരിൽ വേരുറപ്പിക്കുന്ന ഭീകരതയെ വളർത്തുന്നത് ആരാണ്? ഏത് സാഹചര്യമാണ് ISനെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്? വിഭിന്നമായ ആശയങ്ങളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുമുള്ള ഈ ലോകത്ത് സഹിഷ്ണുത അലങ്കാരമല്ല, ആയുധമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തിൻ്റെ പൊതുജീവിതത്തെയും ഭീകരവാദത്തിലേക്ക് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നാം കൂടുതൽ കരുതൽ സ്വീകരിക്കേണ്ടി വരും. ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു IS ഭീകരതയും കേരളവും. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാനെത്തിയിരിക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. ജേക്കബ് പുന്നൂസ്, മുൻ DGP കേരള പോലീസ്. MS കുമാർ, BJPയുടെ വക്താവ്. അഷ്റഫ് കടയ്ക്കൽ, മതചിന്തകനും പ്രഭാഷകനും. ബുഷ്ര ബീഗം, കേരള സർവകലാശാല അധ്യാപിക. ഒപ്പം മലപ്പുറം സ്റ്റുഡിയോയിൽ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവും മുൻ MLA-മായ KN ഖാദറും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു. ഒരുപക്ഷെ പോലീസിനെ കൊണ്ട് എത്രമാത്രം ഇത്തരം വിഷയങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പൊതുബോധത്തിൽ നിന്നും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളനുസരിച്ച് കൊണ്ട് വേണം ഒരു മതത്തിൻ്റെ ആയാലും രാഷ്ട്രീയത്തിൻ്റെ ആയാലും തീവ്രമായ ആശയങ്ങളിലേക്ക് ഒരാൾ പോകാൻ. പോലീസിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് ചെയ്യാവുന്നത് ഇക്കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ച് പൊതുസമൂഹത്തെയും ഭരണകൂടത്തെയും അതാത് സമയങ്ങളിൽ തെര്യപ്പെടുത്താൻ പോലീസിന് തീർച്ചയായിട്ടും സാധിക്കും. കേരളത്തിലെ പോലീസ് ദീർഘകാലമായിട്ട് അത് ചെയ്തു വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും നമ്മൾ ഗൂഢാലോചനയുടെ കാര്യം പറയുമ്പോൾ പൊതുസമൂഹങ്ങൾ പോലും അത് വിശ്വസിച്ചിരുന്നില്ല. പലപ്പോഴും ഇതിന് സമാനമായൊരു സംഭവം 2006 കണ്ടുപിടിച്ചപ്പോൾ കേരളത്തിലെ പ്രതിഷേധമാണ് ഉണ്ടായത്. പക്ഷേ ശ്രീ മാർഷൽ പറഞ്ഞതുപോലെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ടെററിസത്തിൻ്റെ ഭീകരതയുടെ അടിവേരുകൾ നമ്മുടെ നിയമസമാധാന സംരക്ഷണ വ്യവസ്ഥയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഭീകരതയുടെ വേരുകൾ പോകുന്നത് മനുഷ്യൻ്റെ മനസ്സിലും സമൂഹത്തിന് ചില കാര്യങ്ങളോടുള്ള പ്രതികരണത്തിലുമൊക്കെയാണ് ഭീകരതയുടെ വേരുകൾ. അത് പോലീസിൻ്റെ നിയന്ത്രണത്തിലുള്ള ശക്തികളല്ല. അപ്പോൾ പോലീസിന് ചെയ്യാവുന്നത് ഇതിനെക്കുറിച്ച് അറിയുക, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക, അത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിലോ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിലോ കൊണ്ടുവരിക. അത് നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇത് ഇപ്പോഴത്തെ IS എന്ന് പറയുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ അന്തർഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഇത് കേരള സമൂഹത്തിലേക്ക് മറ്റ് സ്ഥലങ്ങളിലുള്ള വിദേശങ്ങളിലുള്ള ചില ചിന്താരീതികൾ, ചില ആഗ്രഹങ്ങൾ, ചില ഭരണരീതികൾ, ചില മതചിന്തകൾ, അത് കേരള സമൂഹത്തിൽ പുലർത്തുന്ന ചില സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രചരണ രീതി പണ്ടത്തെ പോലെ ആരെങ്കിലും സ്റ്റഡി ക്ലാസ് എടുത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മീറ്റിംഗ് കൂടിയോ, അല്ലെങ്കിൽ പൊതുയോഗം വെച്ച് പ്രസംഗിച്ചോ, നോട്ടീസ് വിതരണം ചെയ്തോ അല്ല ഇതിൻ്റെ പ്രചരണം നടക്കുന്നത് ഇന്ന് സർവ്വവ്യാപിയായിട്ടുള്ള ഇൻ്റർനെറ്റ് വഴിയും ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയയും വഴിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മേലുള്ള ഒരു നിയന്ത്രണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അപ്പോൾ ഇത് പ്രചരിക്കുന്ന രീതി എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഒരു ഭരണകൂട സംവിധാനങ്ങളും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രചാരണ രീതിയാണ് ഈ ഭീകരതയ്ക്ക് പ്രചാരം കൊടുക്കുന്നത്. ഇത് നമ്മൾ കാണേണ്ടത് ഇത് ഒരു ഭരണകൂടമുള്ള ഭീകരതയാണ്. ISന് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ബാക്കി ഇതുവരെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളൊന്നും തന്നെ അത് ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ ദേ ഡിഡ് നോട്ട് ഓൺ ടെറിട്ടറി. ISന് ഇപ്പോൾ ടെറിട്ടറി ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് ഇതേ കാര്യത്തെക്കുറിച്ച്, ഇതിനോട് സമാനമുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. അന്ന് നമുക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. അന്നൊക്കെ ആ സമയത്ത് അത് തന്നെയാണോ ഇത് എന്നൊരു വർണ്ണത്തിൽ ആശങ്ക അന്നിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനുള്ള സ്കോപ്പൊന്നുമില്ല. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ തമാശ പോലെ പറയുകയാണെങ്കിൽ IAS ചേരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ IS ചേരുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 10 പേർക്ക് മറ്റേ IAS കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ 21, 17, 30 പേരിപ്പം ISISൽ ചേർന്നിരിക്കുകയാണ്. വിദേശ സർവീസിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും പേര് ചേർന്നു എന്ന് പറയുമ്പോൾ നമ്മളത് വളരെ ഗുരുതരമായിട്ട് എടുക്കണം. കാരണം ഇത് ആഗ്രഹിക്കുന്നവരെല്ലാം ചേരുന്നില്ല.
അപ്പം ചേരുന്നവരുടെ സംഖ്യയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവരുടെ സംഖ്യ നമ്മൾ പരിമിതപ്പെടുത്താൻ പാടില്ല. 30 പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടത് അവരുടെ പുറകിൽ ആയിരക്കണക്കിന് ആളുകളെ ചിലപ്പോൾ ഇതിൻ്റെ സ്വാധീന വലയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കാം. അവർക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്, അനീതിക്കോ അക്രമത്തിനോ വിധേയരായിട്ടുള്ള ഒരു വ്യക്തിപരമായ അനുഭവം അവർക്കില്ല. പക്ഷേ എന്നിട്ട് പോലും വെറും ആശയപരമായിട്ടുള്ള ഒരു ആഭിമുഖ്യം വെച്ച് എവിടെയോ വായിച്ചറിഞ്ഞത്, എവിടെയോ കേട്ടറിഞ്ഞിട്ട് ഇതിൽ ആകൃഷ്ടരായിട്ട് അവർ പോവുകയാണ്. ഇത്ര വലിയ അനുഭവങ്ങളൊന്നും ഇവിടെയുള്ളവർക്കില്ല, എങ്കിലും അവർ IS പോകുന്നു. എന്നാൽ BJP, RSS തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ നിലപാട് അവർ ന്യൂനപക്ഷ വിരുദ്ധരാണെന്നുള്ള പ്രചരണം അങ്ങില്ല എന്ന് പറയും. എങ്കിലും അത്തരം ചില ആശയങ്ങൾ ഒരുപക്ഷെ ഇത്തരം തീവ്രവാദത്തെ വളർത്താൻ ഇടവന്നിട്ടുണ്ടോ? മാർഷൽ, IS എന്ന് പറയുന്ന ഭീകര സംഘടന കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ലല്ലോ, സിറിയയിലും യമനിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇല്ലേ? അവിടെയൊന്നും BJPയും RSS ഉണ്ടായതുകൊണ്ടല്ലോ IS പ്രവർത്തിക്കുന്നത്. ജേക്കബ് പുന്നൂസ് സാർ അവസാനിപ്പിച്ചിടത്തുനിന്നാണ് മാർഷൽ തുടങ്ങിയത്. ഞാൻ അദ്ദേഹം ആരംഭിച്ചിടത്തുനിന്ന് തുടങ്ങാൻ പോവുകയാണ്. അദ്ദേഹം പറയുകയും പൂരിപ്പിക്കാതെ വിടുകയും ചെയ്തൊരു ഭാഗമുണ്ട്, അത് ഞാൻ ഫില്ല് ചെയ്യുക. പോലീസ് സമയാസമയത്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു, ബാക്കി അദ്ദേഹം പറഞ്ഞില്ല. ബന്ധപ്പെട്ടവരെ അവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആരത് വിലക്കി? ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടന രൂപം കൊണ്ടത് വാഗമണ്ണിൽ ക്യാമ്പ് നടത്തിയാണ്. അന്ന് അതിനെതിരെ BJP ശക്തിയായ പ്രക്ഷോഭം നടത്തിയിരുന്നു, ചൂണ്ടിക്കാണിച്ചിരുന്നു. പോലീസ് അക്കാര്യം അറിയാമായിരുന്നു. ആലുവയ്ക്കടുത്ത് പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് രഹസ്യയോഗം ചേർന്നിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അവരിൽ ചിലരെയാണ് പിന്നെ രാജസ്ഥാനിലും ഇവിടെ നടന്ന ചില സ്ഫോടന കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്, അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സിമി നിരോധിക്കപ്പെട്ട കാലത്ത് അതിൻ്റെ പേരിലും മറ്റ് പല പേരുകളിലും കേരളത്തിലുടനീളം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. 2 മുന്നണികൾ, ഞാൻ രാഷ്ട്രീയം പറയേണ്ടെന്ന് വിചാരിച്ച് വന്നതാണ് ഈ ചർച്ചയിൽ, പക്ഷേ രാഷ്ട്രീയം പറയാതെ പോകാനും കഴിയുന്നില്ല. 2 മുന്നണികളും മാറി ഇതിൻ്റെ ഗൗരവത്തെ കണ്ണടച്ച് കണ്ടു. അവരിതിൻ്റെ ഗൗരവം കണ്ടില്ല. അതിൻ്റെ അനന്തരഫലം ഇന്ന് കേരളം, നിങ്ങൾക്കറിയോ, കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പർദീസയായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? നമ്മുടെ വീട് സുരക്ഷിതമായിരിക്കുന്നത് പോലെ മറ്റ് സ്ഥലങ്ങളിൽ പോയി നടത്തിയിട്ട് തിരിച്ചു വന്ന് അന്തി ഉറങ്ങാൻ പറ്റുന്ന ഭാഗമായ ഒരു സംസ്ഥാനമാക്കി കേരളത്തെ നിർത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് എത്ര ചെറുപ്പക്കാരായി ഇന്ന് ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ജീവിത ബുദ്ധിമുട്ടുള്ളവരല്ല, ഒരു സാഹചര്യത്തിലും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടേണ്ടവരല്ല, എന്നിട്ടും പോകുന്നു. അവർ പോകുന്നതെന്ന് മാത്രമല്ല, അവർ മറ്റു കൊണ്ടുപോകുന്നു. ഈ ലവ് ജിഹാദ്, നിങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും അതിനെ പുച്ഛിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്ത സമയത്ത് അതിനെതിരെ ശക്തിയായി ഞങ്ങൾ വാദിച്ചപ്പോഴൊക്കെ നിങ്ങളതിനെ നിസ്സാരമായി കണ്ടില്ലേ? എന്തിന് കോടതികൾ പോലും, അദ്ദേഹത്തിന് അറിയാമല്ലോ, സാറെന്ന് പോലീസിൻ്റെ കൃത്യമായ രേഖകൾ സഹിതം ഒരു കോടതി പോയതാണ്. എന്നിട്ട് എന്തായി? ഇപ്പം എന്താ അതിൻ്റെ അനുഭവം? പിന്നെ മാർഷൽ ചോദിച്ചിട്ട് വളരെ നിർഭാഗ്യകരമാണ്. ഞങ്ങൾ ഏത് ഭീകരപ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? ഒന്ന് പറയൂ. ദേശീയതയ്ക്കെതിരെ, ദേശ താല്പര്യങ്ങൾക്കെതിരെ, ദേശവിരുദ്ധയ്ക്കെതിരെ, ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെതിരെ ഒരു ചെറു വിരലെങ്കിലും RSS BJP രാജ്യത്ത് അനക്കിയിട്ടുണ്ടോ? അത് വിട്ടേക്കും. ഞാൻ KN ഖാദറിലേക്ക് പോകാം. അതായാലും അവർ ഇതിനകത്ത് ഒരു അഭിപ്രായം എടുക്കലോ? പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട് ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പുതിയ തലമുറ പോകാതെ നോക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഇവിടെയുണ്ടോ? അല്ല, മുസ്ലിം ലീഗ്, BJP, കോൺഗ്രസ് എന്ന നിലയിൽ പൊളിറ്റിക്കലൈസ് ചെയ്ത് നമ്മളിത് സംസാരിക്കാതെ ഇരിക്കുകയാണ് നല്ലത്. ഏത് ജാതി മതസ്ഥരായാലും ഏത് പാർട്ടിക്കാരായാലും ഭീകരവാദികളെല്ലാം ഒരേ തൂവലുള്ള പക്ഷികളാണ്. നേരത്തെ മാർഷൽ സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മതത്തിന് ഭീകരതയോ ഭീകരതയ്ക്ക് മതമോ ഇല്ല. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഭീകരവാദത്തിലേക്ക് പോകേണ്ടുന്ന യാതൊരു സാഹചര്യവും കേരള സംസ്ഥാനത്ത് ഇല്ല എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി സമാധാനപരമായ മാർഗത്തിലൂടെ ജനാധിപത്യപരമായി പരിഹരിക്കാൻ കഴിയാത്തതായി യാതൊരു പ്രശ്നവും കേരളത്തിലെ മുസൽമാന്മാരും വേറെ ഒരു മതസ്ഥരും അഭിമുഖീകരിക്കുന്നില്ല എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഇതൊരു മുസ്ലിം ക്വസ്റ്റ്യനായിട്ട് ഉന്നയിക്കുന്നത് തന്നെ തെറ്റാണ്. നേരത്തെ ശ്രീ ജേക്കബ് പുന്നൂസും എൻ്റെ സ്നേഹിതൻ MS കുമാറും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തീവ്രവാദവും ഭീകരവാദവും അന്താരാഷ്ട്ര തലത്തിൽ വേരുകളുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിലേക്ക് കേരളത്തിലെ കുറച്ച് ചെറുപ്പക്കാർ ആകൃഷ്ടരായത് നിർഭാഗ്യകരമായൊരു സംഭവമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനെപ്പറ്റിയുള്ള ഭീഷണി, ഗൂഢാലോചനകളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ ഭരണാധികാരികൾക്ക് സൂചന നൽകിയിരുന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ നാം പൂർണ്ണമായി ഇത് ഉന്മൂലനാശം ചെയ്യേണ്ടുന്ന
ഒരു സംഗതിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. പാകിസ്ഥാനേക്കാൾ മുസൽമാന്മാർ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കേരളീയ മുസൽമാന്മാർക്കും ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങൾക്കും വിധേയമായിട്ടുള്ള പ്രവർത്തനമാണ് അവർക്ക് നന്മ കൊണ്ടുവരിക, അവർക്ക് പുരോഗതി കൊണ്ടുവരിക എന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ഇതൊരു ബഹുസ്വര രാഷ്ട്രമാണ്. ആ ബഹുസ്വരതയുടെ നെഞ്ചിൽ കത്തി കുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് ഒരിക്കലും ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ജീവിക്കാനോ രക്ഷപ്പെടാനോ സാധിക്കില്ല.